പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ്. എന്താണ് ഈ കേസ്? ഈ കേസ് എങ്ങനെ തുടങ്ങി? CMRL എന്ന കമ്പനി നികുതി വെട്ടിച്ചു എന്നൊരു കേസ് ഉണ്ടാകുന്നു. നികുതി അടക്കേണ്ട വരുമാനത്തിൽ നിന്ന് 135.4 കോടി രൂപ കുറച്ചു കാണിച്ചു എന്നാണ് കേസ്. ആദായ നികുതി വകുപ്പാണ് കേസെടുത്തത്. CMRL തർക്കിക്കാൻ നിന്നില്ല. 134.27 കോടി രൂപയ്ക്കും ടാക്സ് അടയ്ക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിന് കൊടുത്ത 1.72 കോടി രൂപ സേവനത്തിന് നൽകിയ പണമാണ് എന്നറിയിച്ചു. അത് ബാങ്ക് വഴിയാണ് കൈമാറിയത്. അതിന് ടാക്സും അടച്ചിട്ടുണ്ട്. എന്തായിരുന്നു കരാർ വ്യവസ്ഥകൾ, എന്തായിരുന്നു സേവനം തുടങ്ങിയ കാര്യങ്ങൾ എക്സാലോജിക്കോ CMRLോ വെളിപ്പെടുത്തേണ്ടതാണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ ഇല്ല. പക്ഷെ വേറെ ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കണം. എന്താണ് ഇന്ത്യയിൽ ഇ ഡിയുടെ പ്രവർത്തന രീതി? കഴിഞ്ഞ 10 വർഷത്തിനിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എത്ര ഇ ഡി കേസുകൾ വന്നിട്ടുണ്ട്? ഇതിൽ എത്ര പേരാണ് ശിക്ഷിക്കപ്പെട്ടത്? കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ പുറത്തുവിട്ട ചില കണക്കുകൾ നോക്കിയാലോ. 10 വർഷത്തിനിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുമത്തിയത് 193 കേസുകളാണ്. ഇതുവരെ ശിക്ഷിക്കപ്പെട്ടതോ വെറും 2 പേർ മാത്രം. ജാർഖണ്ഡിലെ 2 മുൻ മന്ത്രിമാർ. രാഷ്ട്രീയക്കാർക്കെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2022-23 സാമ്പത്തിക വർഷത്തിലാണ്. മൊത്തം 32 കേസുകൾ. ഇതിൽ ഭൂരിഭാഗം കേസുകളുടെയും വിചാരണ ഇപ്പോഴും നീണ്ടുപോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2020 ശേഷം കഴിഞ്ഞ 5 വർഷമായി രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട ഒരു കേസിൽ പോലും ശിക്ഷാവിധി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്ക് അപ്പുറം എടുക്കുന്ന കേസുകളിൽ ചെറിയ ശതമാനം പോലും ശിക്ഷാ നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ.